ഹായ് ഫ്രണ്ട്സ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് സെമസ്റ്റർ ബി എഡിലെ സൈക്കോളജി പേപ്പർ ഡെവലപ്മെൻറ്റ് ഓഫ് ദി ലേണർ എന്ന് പറയുന്ന സൈക്കോളജി പേപ്പറിലെ ഫസ്റ്റ് യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്ററാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് കൺസെപ്റ്റ് ഓഫ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻ്റ് ആണ്. യൂണിറ്റിൻ്റെ പേര് ബേസിക് കൺസെപ്റ്റ്സ് എബൌട്ട് ഡെവലപ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ തീർച്ചയായിട്ടും ഗ്രോത്തിനെയും ഡെവലപ്മെൻറ്റിനെയും കുറിച്ചായിരിക്കും പഠിക്കുക. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സിന് ഈ വീഡിയോ യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് ഓൾസോ സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. താങ്ക് യു. മീനിങ് ഓഫ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്. ഓക്കെ, ഈ ചാപ്റ്ററിൽ നമ്മൾ ആദ്യം ഗ്രോത്തിനെ കുറിച്ചും ഡെവലപ്മെൻറ്റിനെ കുറിച്ചുമാണ് പഠിക്കുന്നത്. ഓക്കെ, നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ പഠിക്കുക. അതായത് നമ്മുടെ പ്രീവിയസ് നോളേജിനെ കണക്ട് ചെയ്ത് പഠിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ അതങ്ങനെയാണ്, ഏതൊരു കാര്യവും നമ്മൾ പ്രീവിയസ് നോളേജുമായിട്ട് കണക്ട് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി സോ ഈസി ടു ലേൺ. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റിൻ്റെ ഡെഫിനേഷനാണ് നോക്കാൻ പോകുന്നത്. Crow and Crow suggests that growth refers to structural and physiological changes, while development refers to growth as well as those changes in behavior which result from environmental stimulation. Okay, അപ്പോൾ ഗ്രോത്ത് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് റെഫേഴ്സ് ടു സ്ട്രക്ചറൽ ആൻഡ് ഫിസിയോളജിക്കൽ ചേഞ്ചസ്. അത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഗ്രോത്ത് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി റിലേറ്റഡ് ടു ബയോളജിക്കൽ ആസ്പെക്ട്സ് അല്ലേ. അതായത് ശരീരത്തിൽ വരുന്ന മാറ്റങ്ങൾ, ശരീരത്തിലെ വളർച്ചയാണ് എന്ത് ഗ്രോത്ത് എന്ന് പറയുന്നത്. നമ്മുടെ ഓർഗൻസ് വളരുന്നതും അവയിലുള്ള ഫങ്ഷൻസിനെയൊക്കെയാണ് എന്ത് ഗ്രോത്ത് എന്ന് പറയുന്നത്. ശാരീരികമായിട്ടുള്ള മാറ്റമാണ് എന്ത് ഗ്രോത്ത്. ശരീരം വളരുന്നതാണ് ഗ്രോത്ത്. ഓക്കെ, അങ്ങനെയെങ്കിൽ ഡെവലപ്മെൻറ്റ് എന്താണ്? ഡെവലപ്മെൻറ്റ് റെഫേഴ്സ് ടു ഗ്രോത്ത് ആസ് വെൽ ആസ് ദോസ് ചേഞ്ചസ് ഇൻ ബിഹേവിയർ. ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഈ ഗ്രോത്തും ഉൾപ്പെടും. ഗ്രോത്ത് പ്ലസ് ചേഞ്ചസ് ഇൻ ബിഹേവിയർ. നമ്മുടെ ബിഹേവിയറിൽ വരുന്ന ചേഞ്ചസും കൂടിയാണ് എന്ത് ഡെവലപ്മെൻറ്റ്. എങ്ങനെയാണ് ഈ ബിഹേവിയറിൽ ചേഞ്ചസ് ഉണ്ടാവുന്നത്? നമ്മുടെ ചുറ്റുമുള്ള എൻവയോൺമെൻറ്റിലെ ഒരുപാട് ഫാക്ടേഴ്സ് നമ്മുടെ സ്വഭാവം രൂപീകരിക്കുന്നതിൽ സ്വാധീനിക്കുന്നുണ്ട് അല്ലേ. അതാണ്, ഒരുപാട് ഫാക്ടേഴ്സ് ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മുടെ ഒരു ബിഹേവിയറിൽ വരുന്ന മാറ്റങ്ങളും കാര്യങ്ങളും. അപ്പോൾ ശ്രദ്ധിക്കാൻ ഇത്രയേ ഉള്ളൂ. ഗ്രോത്ത് എന്ന് പറയുന്നത് ബോഡി വൈസ് ഉണ്ടാവുന്ന ചേഞ്ചസ് ആണ്. സ്ട്രക്ചറൽ ആൻഡ് ഫിസിയോളജിക്കൽ ചേഞ്ചസ് ആണ് ഗ്രോത്ത്. ഡെവലപ്മെൻ്റ് ആണെങ്കിലോ ഗ്രോത്ത് പ്ലസ് ചേഞ്ചസ് ഇൻ ബിഹേവിയർ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റും ഗ്രോത്ത് എന്ന് പറയുന്നത് എന്താണ്? മൾട്ടിപ്ലിക്കേഷൻ ഓഫ് സെൽസ് ആണ് അല്ലേ. ഒരു പർട്ടിക്കുലർ ഏജ് വരെ എന്താണ് സെൽസ് മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതാണ് എന്ത് ബോഡി വൈസ് ഉള്ള ഗ്രോത്ത് എന്ന് പറയുന്നത്. ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു ഓർഗാനിസത്തിലുണ്ടാവുന്ന എല്ലാ തലത്തിലുള്ള മാറ്റവുമാണ്. ശാരീരികമായിട്ടുള്ള ഗ്രോത്ത് ആയിക്കോട്ടെ, അതേപോലെ തന്നെ സ്വഭാവത്തിലുള്ള മാറ്റങ്ങളും, അതിനൊക്കെയാണ് എന്ത് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഓർഗാനിസത്തിലെ എന്താണ് ചേഞ്ചസ് ആസ് എ ഹോൾ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, ഇപ്പോൾ അതിന് എക്സാമ്പിളായിട്ട് പറയുന്ന ഒരു ചെറിയ കുട്ടി എന്താണ് വലുതാവുമ്പോൾ ഫിംഗേഴ്സ് എടുക്കുകയാണെങ്കിൽ ചെറിയ കുട്ടി വലുതാവുമ്പോൾ ആ ഫിംഗേഴ്സ് ലെങ്ത്തിലും തിക്നെസ്സിലും ഒക്കെ ഫിംഗേഴ്സിൽ ചേഞ്ചസ് വരും. അതായത് ഫിംഗേഴ്സ് വളരും. ഓക്കെ, അതിനെ നമുക്ക് ഗ്രോത്ത് എന്ന് വിളിക്കാം. ഇനി ആ കുട്ടി ആ ഫിംഗേഴ്സ് എല്ലാം യൂസ് ചെയ്തിട്ട് ഒരു കാര്യം ഹോൾഡ് ചെയ്യാൻ പഠിക്കുന്നു, ഒരു കാര്യം പിടിക്കാൻ ഫിംഗേഴ്സ് ഉപയോഗിച്ചിട്ട് ഹോൾഡ് ചെയ്യാൻ പറ്റും, വേറെ ഫങ്ഷൻസ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ കുട്ടി പഠിക്കുന്നുണ്ടല്ലോ. അതിനോടൊപ്പം തന്നെ അതൊക്കെ എന്താണ് ഡെവലപ്മെൻ്റ് ആണ്. ഓക്കെ, പ്രിസൈസ് ആയിട്ടുള്ള മൂവ്മെൻറ്റ്സിലൂടെ നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് ആ കുട്ടി മനസ്സിലാക്കുന്ന ആ കാര്യമുണ്ടല്ലോ, ഓരോ കാര്യങ്ങൾ ലേൺ ചെയ്ത് വരുന്നുണ്ട്. അതിനെയൊക്കെ നമുക്ക് ഡെവലപ്മെൻറ്റ് എന്ന് വിളിക്കാം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗ്രോത്ത് ആണ്. ഓക്കെ, അപ്പോൾ അതിൽ ആദ്യത്തെ നോക്കൂ. ഗ്രോത്ത് ഈസ് നോട്ട് എ കണ്ടിന്യൂസ് പ്രോസസ്, ഇറ്റ് സ്റ്റോപ്സ് വിത്ത് മെച്യൂരിറ്റി. ഓക്കെ, ഒരു നിശ്ചിത സ്റ്റേജ് വരെ എന്തായിരിക്കും ഗ്രോത്ത് ഉണ്ടായിരിക്കും, പിന്നീട് അത് സ്റ്റോപ്പ് ചെയ്യും. ഓക്കെ, അതാണ് ഇറ്റ് ഈസ് നോട്ട് എ കണ്ടിന്യൂസ് പ്രോസസ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം, ഇറ്റ് ഈസ് ക്യുമുലേറ്റീവ് ഇൻ നേച്ചർ. ക്യുമുലേറ്റീവ് ഇൻ നേച്ചർ എന്ന് പറയുമ്പോൾ എന്താണ്? സക്സസീവ് അഡീഷനാണ്. അതായത് സക്സസീവായിട്ട് സെൽസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു ഒരു നിശ്ചിത സമയം വരെ. അതാണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇറ്റ് ഈസ് ക്യുമുലേറ്റീവ് ഇൻ നേച്ചർ. മൂന്നാമത്തെ കാര്യം, റേറ്റ് ഓഫ് ഗ്രോത്ത് ഈസ് നോട്ട് യൂണിഫോം, ഇറ്റ് പ്രൊസീഡ്സ് മോർ റാപ്പിഡ്ലി ഇൻ ദി ഏർലി ഇയേഴ്സ് ഓഫ് ലൈഫ്. അതായത് ഗ്രോത്തിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് യൂണിഫോം ആയിട്ടല്ല.
ഇവിടെ ആദ്യകാലങ്ങളിൽ, അതായത് ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ ആ സമയത്ത് ഉണ്ടാവുന്ന ഗ്രോത്തിൻ്റെ റേറ്റാണ് കൂടുതൽ റാപ്പിഡായിട്ട് ഉണ്ടാവുന്നത്. ആ സമയത്താണ് കൂടുതൽ ഗ്രോത്ത് നടക്കുന്നത്. ഓക്കെ. പിന്നെ നാലാമത്തെ കാര്യം, ഗ്രോത്ത് ടേക്സ് പ്ലേസ് അറ്റ് ഡിഫറെൻറ്റ് റേറ്റ്സ് ഫോർ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദി ബോഡി. ശരീരത്തിലെ പല പാർട്സിനും പല റേറ്റിലായിരിക്കും മാറ്റങ്ങൾ ഉണ്ടാവുന്നത്, അതായത് വളർച്ച ഉണ്ടാവുന്നത്. പിന്നെ അഞ്ചാമത്തെ കാര്യം, ദർ ഈസ് മാർക്ക്ഡ് ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഇൻ ഗ്രോത്ത്. അതായത് ഒരു ഇൻഡിവിജ്വലിൽ ഉണ്ടാവുന്ന ഗ്രോത്ത് റേറ്റ് ആയിരിക്കില്ല വേറെ ഇൻഡിവിജ്വലിൽ ഉണ്ടാവുന്ന ഗ്രോത്ത് റേറ്റ്. ഓക്കെ. ആറാമത്തെ കാര്യം, ഗ്രോത്ത് ഫോളോസ് എ ഡെഫിനിറ്റ് സീക്വൻസ് ഓർ പാറ്റേൺ. ഒരു ഡെഫിനിറ്റ് ആയിട്ടുള്ള പാറ്റേൺ അല്ലെങ്കിൽ സീക്വൻസ് അനുസരിച്ചായിരിക്കും ഗ്രോത്ത് ഉണ്ടാവുന്നത്. സെവൻത്ത് വൺ, ദ റേറ്റ് ആൻഡ് പാറ്റേൺ ഓഫ് ഗ്രോത്ത് ക്യാൻ ബി മോഡിഫൈഡ് ബൈ കണ്ടീഷൻസ് ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേർണൽ ടു ദി ബോഡി. അതായത് നമ്മുടെ ബോഡിയിലുണ്ടാവുന്ന ഗ്രോത്ത് റേറ്റും അതേപോലെ ഗ്രോത്തിൻ്റെ പാറ്റേണും ഒക്കെ നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റുന്നതാണ്. അതിപ്പോൾ ഇൻറ്റേർണൽ ടു ദി ബോഡി കണ്ടീഷൻസിനനുസരിച്ചിരിക്കും, എക്സ്റ്റേർണൽ ആയിട്ടുള്ള കണ്ടീഷൻസിനനുസരിച്ചും ഒക്കെ ഈ ഗ്രോത്ത് റേറ്റിലും അതേപോലെ ഗ്രോത്ത് പാറ്റേണിലും ഒക്കെ മോഡിഫിക്കേഷൻസ് വരും. പിന്നെ എട്ടാമത്തെ കാര്യം, ദ ടെമ്പോ ഓഫ് ഗ്രോത്ത് ഈസ് നോട്ട് ഈവൻ. ടെമ്പോ എന്ന് പറയുന്നത് സ്പീഡ് ഓഫ് ഗ്രോത്ത് അല്ലെങ്കിൽ റേറ്റ് ഓഫ് ഗ്രോത്ത് എന്നേ ഉദ്ദേശിക്കുന്നുള്ളൂ. ടെമ്പോ ഓഫ് ഗ്രോത്ത് ഈസ് നോട്ട് ഈവൻ ആയിട്ടല്ല ഈ ഗ്രോത്തിൻ്റെ റേറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഒൻപതാമത്തത്, ഗ്രോത്ത് ഈസ് എ കോംപ്ലെക്സ് പ്രോസസ്സ്. ശരിക്കും ഗ്രോത്ത് എന്ന് പറയുന്ന ഒരു കോംപ്ലെക്സ് പ്രോസസ്സ് തന്നെയാണ്. പിന്നെ പത്താമത്തെ കാര്യം, ഗ്രോത്ത് ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ഹെറിഡിറ്റി ആൻഡ് എൻവയോൺമെൻറ്റ്. നമുക്കറിയാവുന്ന കാര്യമാണ്, ഗ്രോത്ത് എന്ന് പറയുന്നത് നമ്മുടെ ഹെറിഡിറ്റിയെയും അതേപോലെ തന്നെ നമ്മുടെ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഗ്രോത്ത് റേറ്റ്. ഓക്കെ. അപ്പോൾ ഈ 10 ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഗ്രോത്തിനെ കുറിച്ച് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡെവലപ്മെൻറ്റിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ്. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് വൺ പറയുന്നത്, ഡെവലപ്മെൻറ്റ് ഈസ് എ പ്രൊഡക്റ്റ് ഓഫ് ഇൻട്രാക്ഷൻ. ഓക്കെ, ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഇൻട്രാക്ഷൻസിൻ്റെ പ്രൊഡക്റ്റ് ആണെന്ന് പറയുന്നു അല്ലേ. അപ്പോൾ ഒരു ഓർഗാനിസം ഒരു എൻവയോൺമെൻറ്റിൽ ഇൻട്രാക്ട് ചെയ്യുന്നതിനനുസരിച്ചായിരിക്കുമല്ലോ തീർച്ചയായിട്ടും ആ ഓർഗാനിസത്തിൻ്റെ ബിഹേവിയറിലുള്ള വ്യത്യാസങ്ങളും ചേഞ്ചസും. ഓക്കെ, അപ്പോൾ ആ കാര്യമാണ് ഇവിടെ പറയുന്നത്. ഡെവലപ്മെൻറ്റ് ഈസ് എ പ്രൊഡക്റ്റ് ഓഫ് ഇൻട്രാക്ഷൻ. അടുത്തത്, ഡെവലപ്മെൻറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്സ്. ശ്രദ്ധിക്കുക, നമ്മൾ ഗ്രോത്ത് പറഞ്ഞപ്പോൾ പറഞ്ഞു ഗ്രോത്ത് ഈസ് നോട്ട് എ കണ്ടിന്യൂസ് പ്രോസസ്സ്, ഡെവലപ്മെൻറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്സ്. ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ജീവിതത്തിലുടനീളം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഡെവലപ്മെൻറ്റ്. അതിന് ഒരു സ്റ്റോപ്പിംഗ് സ്റ്റേജ് ഒന്നുമില്ല. അത് നമ്മൾ മരിക്കുന്നത് വരെ അത് ഡെവലപ്മെൻറ്റ് ഉണ്ടാവുന്നുണ്ട് നമുക്ക്. അതുകൊണ്ടാണ് ഡെവലപ്മെൻറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി ഡെവലപ്മെൻറ്റ് ഫോളോസ് ആൻ ഓർഡർലി സീക്വൻസ്. ഒരു നിശ്ചിത ഓർഡർലി സീക്വൻസിലൂടെയാണ് ഡെവലപ്മെൻറ്റ് കടന്നു പോകുന്നത്. അതായത് ഓരോ ഇൻഡിവിജ്വലിനെ നോക്കിയാലും നമുക്കൊരു ഹൈ ഡിഗ്രി ഓഫ് സിമിലാരിറ്റി കാണാൻ സാധിക്കും അവരുടെ ഡെവലപ്മെൻറ്റിൽ. അപ്പോൾ അതിന് എക്സാമ്പിൾ പറഞ്ഞു തന്നിട്ടുള്ളത്, എല്ലാ കുട്ടികളും ആദ്യം നടക്കുന്നതിന് മുന്നേ എണീക്കാൻ പഠിക്കും അല്ലേ. അതായത് അവരുടെ കാലുകൾ ഉപയോഗിച്ചിട്ട് നിൽക്കും. സ്റ്റാൻഡ് ചെയ്തതിന് ശേഷമായിരിക്കും അവർ നടക്കുക, വാക്ക് ചെയ്യുക. ഓക്കെ, ആ കാര്യമാണ് പറയുന്നത്. അപ്പോൾ അത് എല്ലാവരുടെ കാര്യത്തിലും അങ്ങനെ തന്നെയല്ലേ. ഓരോ ഇൻഡിവിജ്വലും ഫസ്റ്റ് നിന്ന് തുടങ്ങിയതിന് ശേഷമാണ് നടക്കാൻ പഠിക്കുക അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഡെവലപ്മെൻറ്റ് ഫോളോസ് ആൻ ഓർഡർലി സീക്വൻസ് എന്ന് പറയുന്നത്. ഇനി ഡെവലപ്മെൻറ്റ് പ്രൊസീഡ്സ് ഫ്രം ജനറൽ ടു സ്പെസിഫിക്. ശ്രദ്ധിക്കുക, ജനറൽ ടു സ്പെസിഫിക് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ ചെറിയ കുട്ടികളെ നോക്കിയാൽ അവർക്ക് എന്തെങ്കിലും സന്തോഷമൊക്കെ വരുമ്പോൾ അത് എക്സ്പ്രസ് ചെയ്യുക അവർ ഫുൾ ബോഡി ഉപയോഗിച്ചിട്ടായിരിക്കും. ഇപ്പോൾ ചെറിയ കുട്ടികളെ നോക്കിയാൽ അവർ സന്തോഷം വന്നാൽ നന്നായിട്ട് കുലുങ്ങി ചിരിക്കുന്നത് കാണാം അല്ലേ. നടക്കാനൊന്നും തുടങ്ങിയിട്ടില്ലാത്ത കുട്ടികളൊക്കെ ആണെങ്കിൽ അവർ ഫുൾ ബോഡി യൂസ് ചെയ്തിട്ടായിരിക്കും ആ ഹാപ്പിനെസ് എക്സ്പ്രസ് ചെയ്യുക. പിന്നീട് അങ്ങോട്ട് വളരും തോറും ആ ഒരു സന്തോഷം ഹാപ്പിനെസ് എക്സ്പ്രസ് ചെയ്യാൻ ഒരു ചിരിയിൽ ഒതുക്കും അല്ലേ. അപ്പോൾ ജനറൽ ടു സ്പെസിഫിക് ആണ് ഡെവലപ്മെൻറ്റ്. ഓക്കെ, അതേപോലെ തന്നെയാണ് ആദ്യം ഫുൾ ഹാൻഡ് ഉപയോഗിക്കും ഓരോ കാര്യത്തിനും. കുട്ടികൾ ഫുൾ ഹാൻഡ് ഉപയോഗിക്കും. പിന്നീട് അങ്ങോട്ട് ജസ്റ്റ് ഫിംഗേഴ്സ് മാത്രം ഉപയോഗിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യും. ഓക്കെ, ഇനി ഫിഫ്ത്ത് വൺ, ഡിഫറെൻറ്റ് ആസ്പെക്ട്സ് ഓഫ് ഡെവലപ്മെൻറ്റ് ആർ ഇൻ്റർ ഡിപ്പെൻഡൻറ്റ്. അത് ശ്രദ്ധിക്കുക. അതായത്
ഡെവലപ്മെൻറ്റിൻ്റെ വേരിയസ് ഡൊമൈൻസ്, അതായത് ഡെവലപ്മെൻറ്റ് ഇൻ വേരിയസ് ഡൊമൈൻസ് ലൈക്ക് സോഷ്യൽ, ഫിസിക്കൽ, ഇൻ്റലക്ച്വൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ്, ഇൻ്റർ റിലേറ്റഡുമാണ്, ഇൻ്റർ ഡിപ്പെൻഡൻറ്റുമാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ഡിസേബിൾഡ് ആയിട്ടുള്ള ഒരു കുട്ടി, ഫിസിക്കലി ഡിസേബിൾഡ് ആയിട്ടുള്ള ഒരു കുട്ടിയുടെ സോഷ്യൽ ആയിട്ടുള്ള ഡെവലപ്മെൻറ്റും റിട്ടാർഡ് ചെയ്യും എന്നാണ് പറയുന്നത്. ഓക്കെ, കാരണം അത്ര എക്സ്പോഷർ ഒന്നും കിട്ടുന്നില്ല. അപ്പോൾ എന്താണ്, സോഷ്യൽ ബിഹേവിയറും റിട്ടാർഡ് ചെയ്ത് വരും. ഇനിയിപ്പോൾ അതേസമയം നല്ല ഫിസിക്കലി ഒരു പ്രശ്നമില്ലാത്തൊരു കുട്ടിയാണെങ്കിൽ എന്താണ്, ആ കുട്ടിക്ക് കൂടുതൽ എക്സ്പോഷർ ഉണ്ട്, അതുകൊണ്ട് സോഷ്യൽ ബിഹേവിയറും കാര്യങ്ങളും ഒക്കെ എന്താണ്, നന്നായിട്ട് ഡെവലപ്പ് ചെയ്ത് വരും. ഓക്കെ, സോഷ്യലി ആക്റ്റീവ് ആയിരിക്കും ആ കുട്ടി, എല്ലാവരോടും മിങ്കിൾ ചെയ്ത് ഉള്ള ചാൻസ് ഉണ്ടല്ലോ. അതുകൊണ്ട് ആ കുട്ടിയുടെ ഇൻ്റലക്ച്വൽ വൈസ് ആയാലും അതേപോലെ സോഷ്യൽ ബിഹേവിയറും ഒക്കെ എങ്ങനെയായിരിക്കും, നല്ല ആക്റ്റീവ് സ്റ്റേജിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അതാണ് ഡിഫറെൻറ്റ് ആസ്പെക്ട്സ് ഓഫ് ഡെവലപ്മെൻറ്റ് ആർ ഇൻ്റർ ഡിപ്പെൻഡൻറ്റ് എന്ന് പറയാൻ കാരണം. നെക്സ്റ്റ് വൺ, സിക്സ്ത് വൺ ആണ്, ഡെവലപ്മെൻറ്റ് ഈസ് ആൻ ഇൻഡിവിജ്വലൈസ്ഡ് പ്രോസസ്സ്. ഓക്കെ, അതിനർത്ഥം ഓരോ ഇൻഡിവിജ്വലിനും ആ വ്യക്തിയുടേതായിട്ടുള്ള റേറ്റ് ഓഫ് ഡെവലപ്മെൻറ്റ് ഉണ്ടാവും. അതായത് ഇപ്പോൾ നമ്മൾ സെയിം ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികളെ നോക്കിയാൽ എല്ലാ കുട്ടികൾക്കും എന്താണ്, സെയിം ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ് റേറ്റ് ആയിരിക്കില്ല കാണുക. ഓക്കെ, അതിപ്പോൾ ഡിഫറൻസ് ഉണ്ടാവും, സോഷ്യൽ ആസ്പെക്റ്റിലായാലും ഇമോഷണൽ ഡെവലപ്മെൻറ്റ് ആസ്പെക്റ്റിലായാലും വ്യത്യാസങ്ങൾ കാണാൻ സാധിക്കും. ഓക്കെ, അതുകൊണ്ടാണ് ഡെവലപ്മെൻറ്റ് ഈസ് ആൻ ഇൻഡിവിജ്വലൈസ്ഡ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇനി സെവൻത്ത് വൺ ആണെങ്കിൽ, ഈച്ച് സ്റ്റേജ് ഓഫ് ഡെവലപ്മെൻറ്റ് ഹാസ് ഇറ്റ്സ് ട്രേറ്റ്സ്. ഓക്കെ, അതായത് നമ്മളിപ്പോൾ പറഞ്ഞു ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ഉണ്ടെങ്കിൽ കൂടി എല്ലാ ഇൻഡിവിജ്വൽസും എന്താണ്, ഒരു സെയിം സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻറ്റ് ഓർഡറിലൂടെ ആവും കടന്നു പോവുക. ഓക്കെ, അതാണ് അങ്ങനെ ഡെവലപ്മെൻറ്റിന് ഓരോ സ്റ്റേജിലെ ഡെവലപ്മെൻറ്റിനും ട്രേറ്റ്സ് ഉണ്ടെന്ന് പറയാൻ കാരണം. ഓക്കെ, ഇനി അടുത്തത് ഡെവലപ്മെൻറ്റ് ഈസ് ക്യുമുലേറ്റീവ്. ഓക്കെ, നമ്മൾ ഗ്രോത്തിൻ്റെ കേസ് പറഞ്ഞപ്പോഴും പറഞ്ഞു ഗ്രോത്ത് ഈസ് ക്യുമുലേറ്റീവ് ഇൻ നേച്ചർ എന്ന് പറഞ്ഞു. അതേപോലെ തന്നെയാണ് ഡെവലപ്മെൻറ്റ് ഈസ് ഓൾസോ ക്യുമുലേറ്റീവ്. അതിനർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സക്സസീവ് അഡീഷൻ ആണ്. ഓക്കെ, ഇവിടെ എന്താണ്, നമുക്കൊരു ഡെവലപ്മെൻറ്റ് ഉണ്ടായി, ആ ബേസിൻ്റെ മേലെ ആയിരിക്കും പിന്നീടുള്ള ഡെവലപ്മെൻറ്റ് ഉണ്ടാവുക. ഓക്കെ, അതുകൊണ്ടാണ് അതിനെ ക്യുമുലേറ്റീവ് നേച്ചറാണ് ഡെവലപ്മെൻറ്റിനുള്ളത് എന്ന് പറയുന്നത്. അതായത് നേരത്തെ ഉണ്ടായിരുന്ന ഡെവലപ്മെൻറ്റ് ഒരു ബേസായിട്ട് ആക്ട് ചെയ്യും, ആ ബേസിൻ്റെ മേലെയാണ് പുതിയതായിട്ട് ഡെവലപ്മെൻറ്റ് ഉണ്ടാവുന്നത്. നെക്സ്റ്റ് വൺ ആണ് നയൻത്ത് വൺ, ഡെവലപ്മെൻറ്റ് ഈസ് പ്രെഡിക്റ്റബിൾ എന്ന് പറയുന്നത്. റേറ്റ് ഓഫ് ഡെവലപ്മെൻറ്റ് ഇൻ പെർട്ടിക്കുലർ ആസ്പെക്ട്സ് നമുക്ക് എന്താണ്, പ്രെഡിക്റ്റബിൾ പാറ്റേൺ ആണ് ഉള്ളത് എന്ന് പറയുന്നു. അതായത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും ഏർലി ഏജസിൽ ഉണ്ടാവുന്ന ഡെവലപ്മെൻറ്റ് ഏത് തരത്തിലായിരിക്കുമെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ടാണ് ഡെവലപ്മെൻറ്റ് ഈസ് പ്രെഡിക്റ്റബിൾ എന്ന് പറയുന്നത്. ഓക്കെ, 10th വൺ ആണ്, ഡെവലപ്മെൻറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഹെറിഡിറ്റി ആൻഡ് എൻവയോൺമെൻറ്റ്, മെച്ചുറേഷൻ ആൻഡ് ലേണിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഡെവലപ്മെൻറ്റ് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ് ഒന്ന് ഹെറിഡിറ്റി, അതേപോലെ തന്നെ നമ്മുടെ എൻവയോൺമെൻറ്റ്, അതേപോലെ തന്നെ മെച്ചുറേഷനെയും ലേണിങ്ങിനെയും അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ലേൺ ചെയ്യുന്തോറും നമുക്ക് ഡെവലപ്മെൻറ്റ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത് അല്ലേ. ഓക്കെ, അതുകൊണ്ടാണ് ഡെവലപ്മെൻറ്റ് ഈ എല്ലാ ഫാക്ടേഴ്സിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്ന് പറയാൻ കാരണം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് എ കമ്പാരിസൺ ഓഫ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഒരു 7 ഡിഫറൻസസ് ആണ് തന്നിട്ടുള്ളത് ഗ്രോത്തും ഡെവലപ്മെൻറ്റിനെയും കുറിച്ച്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ നോക്കാം. ഗ്രോത്ത് ഈസ് ക്വാണ്ടിറ്റേറ്റീവ്, അറ്റ് ദ സെയിം ടൈം ഡെവലപ്മെൻറ്റ് ഈസ് ക്വാളിറ്റേറ്റീവ് എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ ഗ്രോത്ത് എന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി മനസ്സിലായ ഒരു കാര്യമാണ്, അതുകൊണ്ട് തന്നെയാണ് അത് ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഗ്രോത്ത് എന്ന് പറയുന്നത്. പക്ഷേ ഡെവലപ്മെൻറ്റ് എന്താണ്, നമ്മുടെ ക്വാളിറ്റിയാണ് അല്ലേ. ഡെവലപ്മെൻറ്റ് നമ്മുടെ ക്വാളിറ്റിയാണ് കാണിക്കുന്നത്, അതുകൊണ്ടാണ് അത് ഡെവലപ്മെൻറ്റ് ഈസ് ക്വാളിറ്റേറ്റീവ് എന്ന് പറയാൻ കാരണം. ഇനി സെക്കൻഡ് വൺ, ഗ്രോത്ത് ഈസ് നോട്ട് എ കണ്ടിന്യൂസ് പ്രോസസ്, ഇറ്റ് എൻഡ്സ് വിത്ത് ദ അറ്റൈൻമെൻറ്റ് ഓഫ് മെച്യൂരിറ്റി, while development is a continuous process extending from womb to tomb, it does not end with the attainment of maturity. അപ്പോൾ നമ്മൾ നോക്കിയ കാര്യമാണ് ഗ്രോത്ത് എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് പ്രോസസ്സ് അല്ല. എന്താണ്, നമ്മുടെ ഒരു പെർട്ടിക്കുലർ ഏജ് വരെയാണ് ഗ്രോത്ത് ഉണ്ടാവുന്നത് അല്ലേ, അതിനുശേഷം ഗ്രോത്ത് ഉണ്ടാവുന്നില്ല എന്നുള്ള കാര്യം. ഡെവലപ്മെൻ്റ് ആണെങ്കിലോ
ഫ്രം വൂം ടു ടോംബ് ആണ്. നമ്മൾ മരിക്കുന്നത് വരെ നമുക്ക് ഡെവലപ്മെൻറ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി മൂന്നാമത്തെ കേസ്, ഗ്രോത്ത് റെഫേഴ്സ് ടു സ്ട്രക്ചറൽ ആൻഡ് ഫിസിയോളജിക്കൽ ചേഞ്ചസ്. ഓക്കെ, നമ്മൾ ഡിഫൈൻ ചെയ്യാൻ യൂസ് ചെയ്ത കാര്യം തന്നെയാണ്. ഗ്രോത്ത് റെഫേഴ്സ് ടു സ്ട്രക്ചറൽ ആൻഡ് ഫിസിയോളജിക്കൽ ചേഞ്ചസ്. അറ്റ് ദ സെയിം ടൈം ഡെവലപ്മെൻറ്റ് റെഫേഴ്സ് ടു ചേഞ്ചസ് ഇൻ ദി ഓർഗാനിസം ആസ് എ ഹോൾ. ഒരു ഓർഗാനിസത്തിൽ അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലിൽ എല്ലാ തലത്തിലും ഉണ്ടാവുന്ന ചേഞ്ചസിനെയാണ് നമ്മൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നാലാമത്തെ കാര്യം, ഗ്രോത്ത് ഈസ് വൺ ഓഫ് ദി ആസ്പെക്ട്സ് ഓഫ് ദി ഡെവലപ്മെൻറ്റൽ പ്രോസസ്സ്. ഓക്കെ, ഗ്രോത്ത് എന്ന് പറയുന്നത് എന്താണ്? ഡെവലപ്മെൻറ്റൽ പ്രോസസ്സിൻ്റെ ഒരു ആസ്പെക്റ്റ് ആണ്. ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഗ്രോത്ത് എന്ന് പറയുന്ന കാര്യം ഇതിൻ്റെ ഒരു ആസ്പെക്റ്റ് മാത്രമാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഗ്രോത്ത് ഈസ് വൺ ഓഫ് ദി ആസ്പെക്ട്സ് ഓഫ് ദി ഡെവലപ്മെൻറ്റൽ പ്രോസസ്സ്. At the same time, development is a wider and comprehensive term. It refers to overall changes in the individual. Okay, അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തതുപോലെ തന്നെ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വലിലുള്ള ഓവറോൾ ചേഞ്ച് ആണ്. ഓക്കെ, ഇനി അഞ്ചാമത്തെ കാര്യം, ഗ്രോത്ത് ഡസ് നോട്ട് ഡിപ്പെൻഡ് അപ്പോൺ മെച്ചുറേഷൻ ഓർ ലേണിംഗ്. അതായത് ഗ്രോത്ത് എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, മെച്ചുറേഷനെയോ ലേണിങ്ങിനെയോ ഒന്നും ഗ്രോത്ത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, പക്ഷെ നമുക്കറിയാം ഡെവലപ്മെൻറ്റ് ഈ രണ്ട് ഫാക്ടേഴ്സിനെയും ഡിപ്പെൻഡ് ചെയ്യും, മെച്ചുറേഷനെയും ലേണിങ്ങിനെയും. അപ്പോൾ അതൊരു നല്ല ഡിഫറൻസ് ആണ്. ഇനി സിക്സ്ത് വൺ, ദ ചേഞ്ചസ് പ്രൊഡ്യൂസ്ഡ് ബൈ ഗ്രോത്ത് ആർ ഡയറക്ട്ലി ഒബ്സർവബിൾ ആൻഡ് മെഷറബിൾ. The changes produced by development are not often directly observable and measurable. ഓക്കെ, അപ്പം ഈ ഒരു കാര്യം പറയുന്നത് എന്താണ്? ഗ്രോത്ത് നമുക്ക് ഒരാളെ കാണുമ്പോൾ മനസ്സിലാവും അല്ലേ, എന്താ അയാൾ വളർന്ന കാര്യം നമുക്ക് മനസ്സിലാവും. പക്ഷേ ഡെവലപ്മെൻറ്റ് അങ്ങനെയാണോ? ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ബിഹേവിയറിനെയും കൂടി ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത് ഡയറക്റ്റ്ലി ഒബ്സർവ് ചെയ്യാനൊന്നും സാധിക്കില്ല. ഓക്കെ, പെട്ടെന്ന് കാണുമ്പോൾ തന്നെ ഡെവലപ്മെൻറ്റ് ഉണ്ടോ ഒരു വ്യക്തിക്ക് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. ഓക്കെ, ഇനി സെവൻത്ത് വൺ, ഗ്രോത്ത് മേ ഓർ മേ നോട്ട് ബ്രിങ് ഡെവലപ്മെൻറ്റ്. ഓക്കെ, ഇനി ഡെവലപ്മെൻറ്റ് ഈസ് പോസിബിൾ വിത്തൗട്ട് ഗ്രോത്ത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ 7 ഡിഫറൻസസ് എന്തായാലും മനസ്സിലാക്കി വെക്കണം. ഓക്കെ, എക്സാമിന് ഈ ഒരു കമ്പാരിസൺ ചോദിക്കാറുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഡെവലപ്മെൻറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഏതൊക്കെ ഫാക്ടേഴ്സാണ് ഡെവലപ്മെൻറ്റിനെ അഫക്റ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ ഇൻ്റലിജൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഇൻ്റലിജൻസ് ഒരു മേജർ ഫാക്ടർ തന്നെയാണ്, ഡെവലപ്മെൻറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന അല്ലെങ്കിൽ അഫക്റ്റ് ചെയ്യുന്ന ഒരു മേജർ ഫാക്ടർ തന്നെയാണ് ഇൻ്റലിജൻസ്. അപ്പോൾ നമ്മൾ കുട്ടികളിൽ ഹൈ ഇൻ്റലിജൻസ് ഉള്ള കുട്ടികൾ എങ്ങനെയായിരിക്കും? പല ആസ്പെക്റ്റുകളിലും അവർ പെട്ടെന്ന് ഡെവലപ്പ് ആയിക്കോളും. മറ്റേ ലോ ഇൻ്റലിജൻസ് ഉള്ള കുട്ടികളെക്കാളും അവരെങ്ങനെയായിരിക്കും? ഫാസ്റ്റർ റേറ്റ് ഓഫ് ഡെവലപ്മെൻറ്റ് കാണിക്കും. അതിപ്പോൾ ബോഡി മൂവ്മെൻറ്റ്സിലായാലും ബിഹേവിയറിലായാലും അവർക്ക് ഈ ലോ ഇൻ്റലിജൻസ് ഉള്ള കുട്ടികളെക്കാളും ഹൈ ഇൻ്റലിജൻസ് ഉള്ള കുട്ടികൾ എങ്ങനെയായിരിക്കും? ഡെവലപ്മെൻറ്റ് റേറ്റ് അവരിലായിരിക്കും കൂടുതലെന്ന് പറയുന്നു. അതുകൊണ്ടാണ് ഇൻ്റലിജൻസ് ഡെവലപ്മെൻറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു മേജർ ഫാക്ടറാണെന്ന് പറയുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ ഫാക്ടറാണ് സെക്സ് എന്ന് പറയുന്നത്. അപ്പോൾ സെക്സ് എങ്ങനെയാണ് ഡെവലപ്മെൻറ്റിനെ അഫക്റ്റ് ചെയ്യുന്നത്? നമുക്കറിയാം ബോയ്സും ഗേൾസും തമ്മിൽ ഡിഫറൻസസ് ഉണ്ട്. അപ്പോൾ അവരുടെ ഗ്രോത്ത് റേറ്റിലായാലും ഡെവലപ്മെൻറ്റൽ റേറ്റിലായാലും വ്യത്യാസം ഉണ്ടെന്നാണ് പറയുന്നത്. ഇപ്പോൾ ബോഡി കോൺസ്റ്റിറ്റ്യൂഷനിലായാലും സ്ട്രക്ചറൽ ഗ്രോത്ത് ഓഫ് ഗേൾസും ബോയ്സും എന്താണ് ഡിഫറെൻ്റ് ആണ് അല്ലേ. അപ്പോൾ ജനിക്കുന്ന സമയത്ത് ബോയ്സ് ആയിരിക്കും ഗേൾസിനേക്കാളും നോർമലി കുറച്ച് വലിപ്പം ഉണ്ടായിരിക്കുക. ഓക്കെ, പിന്നീട് അങ്ങോട്ട് എങ്ങനെയാണ്? ഗേൾസിനാണ് അവരുടെ ഗ്രോത്ത് റേറ്റ് ആണ് കൂടുതൽ റാപ്പിഡ് ആവുന്നത്. ഓക്കെ, മെച്യൂരിറ്റി ലെവലും അങ്ങനെ തന്നെയാണെന്നാണ് പറയുന്നത്. ഫസ്റ്റ് മെച്യൂരിറ്റി അറ്റൈൻ ചെയ്യുന്നത് ഗേൾസ് ആണെന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ഗ്ലാൻസ് നോക്കാം. ഗ്ലാൻസ് ആണ് അടുത്ത ഫാക്ടർ അഫക്റ്റിംഗ് ഡെവലപ്മെൻറ്റ്. അപ്പോൾ ഗ്ലാൻസ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിൽ ഒരുപാട് ഗ്ലാൻസ് ഉണ്ട് അല്ലേ. ഇപ്പോൾ തൈറോയിഡ് ഗ്ലാൻഡ്, തൈമസ് ഗ്ലാൻസ്. ഓക്കെ, അപ്പോൾ ഇവരുടെയൊക്കെ ഡെഫിഷ്യൻസി കൊണ്ട് എന്താണ് ഈ ഗ്രോത്ത് റേറ്റ് കുറവായിട്ട് വരും. അത് ഡെവലപ്മെൻറ്റിനെ അഫക്റ്റ് ചെയ്യും. ഓക്കെ, അതാണ് പറയുന്നത് ഗ്ലാൻസിന് റോൾ ഉണ്ടെന്ന് പറയുന്നത്. പിന്നെ റേസ് ആണ്. റേസ് എന്ന് പറയുമ്പോൾ ഈ ഫാക്ടറിന് ഗ്രേറ്റ് ഇൻഫ്ലുവൻസ് ഉണ്ട് നമ്മുടെ ഹൈറ്റിൽ, വെയ്റ്റിൽ, കളർ, ഫീച്ചർ, ബോഡി കോൺസ്റ്റിറ്റ്യൂഷനിലൊക്കെ ഒരു നല്ല റോളുണ്ട് റേഷ്യൽ ഫാക്ടറിന്. ഓക്കെ, പിന്നെ ഇവിടെ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. മെഡിറ്ററേനിയൻ റേസസിലുള്ള കുട്ടികൾ പെട്ടെന്ന് ഫിസിക്കലി ഡെവലപ്പ് ആവും.
ആരെക്കാളും കൂടുതൽ നോർത്തേൺ യൂറോപ്പിലുള്ള കുട്ടികളെക്കാളും കൂടുതലായിട്ട് പെട്ടെന്ന് ഗ്രോത്ത് റേറ്റ് അവരിലാണ് കൂടുതലായിട്ട് കാണുന്നത് എന്നാണ് പറയുന്നത്. ഇനി എയർ ആൻഡ് സൺലൈറ്റ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ബോഡി സൈസ്, ഓരോ ഇൻഡിവിജ്വലിൻ്റെയും ബോഡി സൈസ്, അതേപോലെ ഹെൽത്ത്, ഈ ഹെൽത്ത് കണ്ടീഷൻസൊക്കെ എങ്ങനെയാണ് ഈ എയർ ആൻഡ് സൺലൈറ്റ് കിട്ടുന്നതിനനുസരിച്ചും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഫേവറബിൾ ആയിട്ടുള്ള ഫ്രഷ് എയറും അതേപോലെ തന്നെ സൺലൈറ്റും ഒക്കെ കിട്ടിയാൽ എങ്ങനെയായിരിക്കും, നമ്മൾ നല്ല ആരോഗ്യത്തോടെ ഉണ്ടാവും അല്ലേ. അഥവാ പൊല്യൂട്ടഡ് എയർ ആയിട്ടുള്ളതും ഡെഫിഷ്യൻസി ഓഫ് സൺലൈറ്റും ഒക്കെ ആണെങ്കിലോ അത് നമ്മുടെ ഹെൽത്തിനെ പലതരത്തിൽ അഫക്റ്റ് ചെയ്യും. അതുകൊണ്ടാണ് എയർ ആൻഡ് സൺലൈറ്റ് ഡെവലപ്മെൻറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറാണെന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഫാക്ടറാണ് ന്യൂട്രീഷൻ. ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റിൽ ന്യൂട്രീഷന് വളരെയധികം റോളുണ്ട്. അതായത് മാൽന്യൂട്രീഷൻ സംഭവിക്കുകയാണെങ്കിൽ ഒരു പേഴ്സൻ്റെ സ്ട്രക്ചറലായാലും ഫങ്ഷണൽ ഡെവലപ്മെൻറ്റിനെ അത് ബാധിക്കും അല്ലേ. അപ്പോൾ ബാലൻസ്ഡ് ഡയറ്റ് ആയിരിക്കണം ഉണ്ടാവേണ്ടത്. അതായത് ആക്യുറേറ്റ് ആയിട്ടുള്ള ഗ്രോത്തും ഡെവലപ്മെൻറ്റും ഒക്കെ ഉണ്ടാവണമെങ്കിൽ ബാലൻസ്ഡ് ഡയറ്റ് ഉണ്ടാവണം. ഓക്കെ, അതുകൊണ്ടാണ് ന്യൂട്രീഷൻ എന്ന് പറയുന്ന ഫാക്ടർ ഡെവലപ്മെൻറ്റിനെ അഫക്റ്റ് ചെയ്യും എന്ന് പറയുന്നത്. അടുത്തതാണ് ഡിസീസസ് ആൻഡ് ഇഞ്ചുറീസ്. ഓക്കെ, ഇപ്പോൾ ബോഡി ഇഞ്ചുറീസോ അല്ലെങ്കിൽ അതേപോലുള്ള ലോങ് ടേം ഡിസീസസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് നമ്മുടെ ഡെവലപ്മെൻറ്റിനെ അഡ്വേഴ്സ് ആയിട്ട് അഫക്റ്റ് ചെയ്യും. ഓക്കെ, പിന്നെ വരുന്നതാണ് സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഇൻഫ്ലുവൻസസ്. അപ്പോൾ ഈ ഒരു ഫാക്ടർ എങ്ങനെയാണ് ഡെവലപ്മെൻറ്റിനെ അഫക്റ്റ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ സ്റ്റൈൽ ഓഫ് ബിഹേവിയർ, ഓരോ കുട്ടിയുടെയും സ്റ്റൈൽ ഓഫ് ബിഹേവിയർ എന്ന് പറയുന്നത് എങ്ങനെയാണ് സോഷ്യൽ ആൻഡ് കൾച്ചറൽ എൻവയോൺമെൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അതുകൊണ്ടാണ് ഡെവലപ്മെൻറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഇൻഫ്ലുവൻസസ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ബിഹേവിയർ ഉണ്ടായി വരുന്നത് സോഷ്യൽ കൾച്ചറൽ എൻവയോൺമെൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, അടുത്തത് ഫാമിലി സ്റ്റേറ്റസ്. ഫാമിലി സ്റ്റേറ്റസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു പുവർ ഫാമിലിയിലുള്ള ഒരു കുട്ടിയാണെങ്കിൽ അവിടെ ബാലൻസ്ഡ് ഡയറ്റിനൊന്നും സ്കോപ്പില്ല അല്ലേ. അപ്പോൾ എങ്ങനെയായിരിക്കും അത് ആ കുട്ടിയുടെ ഫിസിക്കലായിട്ടുള്ള ഡെവലപ്മെൻറ്റിനെ അഡ്വേഴ്സ് ആയിട്ട് അഫക്റ്റ് ചെയ്യും. ഓക്കെ, അതുകൊണ്ടാണ് ഫാമിലി സ്റ്റേറ്റസും ഫാമിലി സർക്കംസ്റ്റൻസസും ഒക്കെ ഇതിനെ അഫക്റ്റ് ചെയ്യുന്നത്.